ഹലോ ഗായ്സ്, സലാമു അലൈക്കും. അപ്പോൾ നമുക്കിന്ന് ഒരു ദേശി സ്റ്റൈൽ ടൊമാറ്റോ പാസ്ത ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി 1.5 കപ്പ് പാസ്ത ഉപ്പും ഓയിലും ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് വേവിക്കണേ. അതിൽ തന്നെ നമ്മൾ 2 മീഡിയം സൈസ് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്കിന്ന് നമ്മൾ പീൽ ചെയ്തെടുക്കുന്നുണ്ട്. അത് എന്നിട്ട് നമ്മളൊരു മിക്സ്ചർ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി ചൂട് പോയിട്ട് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമ്മളിതാ അതിലേക്ക് 2 വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അടുപ്പത്തിലോട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒരു വലിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വാടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് വാടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഹാഫ് ക്യാപ്സിക്കം നമ്മൾ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയുടെ പേസ്റ്റും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസും 2.5 ടീസ്പൂൺ ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാസ്ത ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനോ അങ്ങനെ മീറ്റ് ചെയ്ത് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഫ്രൈ ചെയ്തിട്ടോ അങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ പാസ്ത നല്ല രീതിക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് സർവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗ്രിൽ ചിക്കൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.